പപ്പ ബുക്ക് ഒരു ആൻറ്റി വാർ ഫിലിം എന്നുള്ള തരത്തിലേക്ക് അതിന് എല്ലാ കാലത്തും പ്രസക്തമാണ്. This is the graveyard of soldiers who died in Papua New Guinea during World War II. പപ്പ ന്യൂ ഗിനി ആദ്യമായിട്ടാണ് ഒരു സിനിമ ഓസ്കാറിന് അയക്കുന്നത്. അവരുടെ രാജ്യം ഒരു 50 വർഷം ഇൻഡിപെൻഡൻസിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുകയാണ് അവർ. പപ്പ ന്യൂ ഗിനിയിൽ നിന്ന് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആളുകളും അവിടുന്ന് നമ്മൾ കണ്ടെത്തിയ ആളുകളാണ്. ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് തന്നെ. 100 million Plamaniകളോ സപ്ലൈ ഡയലോഗ് സിക്ക് സപ്ലൈ ഡയലോഗ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ തള്ളിക്കയറ്റുന്ന ആണ്, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ കാണുന്നതാണ് ഒരു നല്ല കലാസൃഷ്ടി എന്നുള്ളത് സിനിമയ്ക്ക് മാത്രമാണ്. അതൊരു സിനിമയുടെ ബിസിനസ്സാണ്. പിറവി ഇറങ്ങിയ വർഷം അല്ലെങ്കിൽ സ്വയംവരം ഇറങ്ങിയ വർഷം, ആ വർഷം ആ സിനിമകളൊന്നും അധികം പേര് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ആ സമയത്ത്. അതേ വർഷം 100 ദിവസം ഓടിയ ഏതോ സിനിമയുണ്ട് ഇല്ലേ? ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയൂ. IFFK എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് താല്പര്യപ്പെട്ട് സിനിമ അയക്കാൻ കാത്തിരിക്കുന്ന ഫിലിം മേക്കേഴ്സ് അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ലോക സിനിമകളുടെ ഒരു ഭൂപടത്തിൽ, ഫെസ്റ്റിവലിൻ്റെ ഒരു ഭൂപടത്തിൽ IFFK ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് അല്ല. അക്കാഡമികളുടെ തലപ്പത്തിരിക്കുന്നവരായാലും നമ്മളുടെ സാംസ്കാരിക വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവരായാലും ഒന്നും ഇത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കാറുമില്ല. ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലേക്ക്, ക്രെഡിബിളായിട്ടുള്ള ചലച്ചിത്രമേളകളിലേക്ക് നമ്മുടെ സിനിമകൾ പോകാത്തതിൻ്റെ കാരണം നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സിനിമകൾ ഉണ്ടാവാത്തത് മാത്രമല്ല, കാരണം സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഫിലിം മാർക്കറ്റ് തുടങ്ങണമെന്ന് നമ്മൾ പറയും. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തോ നടത്തുന്നുണ്ട്, ഈ വർഷം എന്തോ നടത്തുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് ഫിലിം മാർക്കറ്റ് എന്നാണ് വിചാരിക്കുന്നത്. കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഫിലിം മാർക്കറ്റായി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല ഫിലിം മാർക്കറ്റ്. വനിതകളും പട്ടികവർഗത്തിൽപ്പെട്ട സംവിധായകരും ഉണ്ടാക്കുന്ന സിനിമകൾ, അവരുണ്ടാക്കുന്ന സിനിമകൾ മാത്രം ഇൻ്റർനാഷണൽ ലെവലിൽ പോയാൽ മതിയോ? ബാക്കി എത്ര സിനിമകൾ പോകുന്നുണ്ട് ഇവിടുന്ന്? മലയാളത്തിൽ 200-250 സിനിമ ഉണ്ടാകുന്നില്ലേ? ഇവരൊക്കെ ഉണ്ടാക്കിയ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് സർക്കാർ 1.5 കോടി കൊടുക്കുന്നു, ഇവർ സിനിമ ഉണ്ടാക്കുന്നു, അത് മൊത്തം കുഴപ്പമാണ്, ദൂർത്തടിക്കുന്നു, കുഴപ്പമാണ്. അങ്ങനെയല്ലെന്നേ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിക്ക് ഉത്തരവാദി KSFDC ആണ്. അല്ലെങ്കിൽ KSFDC ആണ് പ്രൊഡക്ഷൻ. അവിടെ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് KSFDC ഉത്തരവാദിത്തമാണ്. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. അതിന് ബന്ധപ്പെട്ട KSFDC ചെയർമാനും MD-യും ആണ് അതിന് ആൻസർ പറയേണ്ടത്. അവരത് മെച്ചപ്പെടുത്തട്ടെ. അവരെ മെച്ചപ്പെടുത്താനുള്ള ഉപദേശങ്ങൾ അടൂർ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് കൊടുക്കട്ടെ. സെൻസർ ബോർഡ് എന്ന് പറയുന്ന സിസ്റ്റം ഹൈലി കറപ്റ്റഡാണ്. അവർ ഹൈലി എന്താ പറയുക, ഒരു പൊളിറ്റിസൈസ്ഡാണ്. അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി മോട്ടോ ആണ്. പക്ഷേ അതിനെതിരായ സിനിമകളാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അത് നമ്മുടെ ഫിലിം മേക്കേഴ്സിന് കുറവുണ്ട്. Porque también se acole Papa Buka. Oh, okay.